ഹായ് ഹലോ. അപ്പോഴേ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള പഴയ പില്ലോ കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് പില്ലോ കവർ മാത്രം പോലെ ദേ ഇതുപോലുള്ള കവർ കൂടി വേണം. ഈ ഒരു കവറിന്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കവർ ഓപ്പൺ ചെയ്യുന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതുപോലെ തന്നെ അടച്ചു വെക്കാം. ഇനി ഈ ഒരു കവർ നമുക്ക് പില്ലോ കവറിന്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒട്ടും ചുളിവളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ദേ നമുക്ക് ഇതിന്റെ 4 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കവർ ഇരിക്കുന്ന ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾഭാഗത്ത് വെച്ച് കൊടുത്ത ആ ഒരു കവറിന്റെ ഉൾഭാഗത്തായിട്ട് എയർ കയറിയിട്ട് ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കും കേട്ടോ. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം കഴുകിയ പാത്രങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പില്ലോ കവറിന്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നനയൊന്നുള്ള പേടിയും വേണ്ട. അങ്ങനെ നമുക്കൊരു ഡ്രൈ മാറ്റായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.